എത്ര സൈസ് നേരത്തെ കുഴച്ചതാ അല്ല നമ്മൾ ഒരിക്കലും വെറുതെ. അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മള് കുറച്ച് ദിവസമായി വീഡിയോ ചെയ്തിട്ടേ നമ്മൾ പനിയൊക്കെയാണ്, അപ്പൊ അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടില്ല. ഇന്ന് നമ്മുടെ നാട്ടിൽ തന്നെയാണ് ഒരു അടിപൊളി കർഷകനെ നമ്മള് പരിചയപ്പെടാൻ പോവാണ്. പോത്തുണ്ട്, കപ്പ, എന്താ പറയാ, വാഴ എല്ലാം ചെയ്യുന്ന ആളാണ്. അപ്പൊ നമുക്ക് എന്താ ചെയ്യാ, ഫുൾ കാര്യങ്ങൾ ചോദിച്ചു നോക്കാം. നമുക്ക് എന്തെങ്കിലും കുറെ അറിവുകൾ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് നേരെ മൂപ്പരെ കാഴ്ചകളിലേക്ക് പോട്ടോ. വാ. ചേട്ടാ നമസ്കാരം. നമസ്കാരം. അപ്പൊ ഇപ്പൊ എന്താണ് പരിപാടി? ഇവിടെ നമ്മള് കഴിഞ്ഞ വേനലിലേക്ക് നമ്മള് വാഴ നട്ടായിരുന്നു. വാഴ നട്ടിരുന്നു അല്ലേ? 900 വാഴ നമ്മൾ നട്ടായിരുന്നില്ല. അപ്പൊ ഈ സമയത്ത് നമ്മളെ വാഴക്കാരൻ കുറെയൊക്കെ കഴിഞ്ഞു തുടങ്ങി. കണ്ണൊക്കെ പിരിച്ച് വേറെ സ്ഥലത്ത് കന്ന് പിരിച്ചുകൊണ്ട് നിൽക്കാണ്. വാഴ പോയപ്പോഴത്തേക്ക് എന്ത് ഇവിടെ വേറെ എന്തൊക്കെ സെറ്റ് ചെയ്ത് വേറെ നമ്മളെ അടുത്ത കൃഷി നമുക്ക് ഇനിയിപ്പോ വേനൽക്കാലം ലാസ്റ്റ് നമ്മള് മകരം കുമ്പതിൽ വാഴ വെക്കുള്ളൂ. അപ്പത്തേക്ക് നമ്മൾ കാട് കൊണ്ടുവച്ചിട്ട് നമ്മൾ ഈ കപ്പ ഇട്ടു. അതെ, സ്ഥലം നമ്മൾ ഒരിക്കലും വെറുതെട്ടില്ല. അത് ഉപയോഗിച്ചോണ്ടേ ഇരിക്കണം. അപ്പോഴാണ് മണ്ണ് നല്ല മണ്ണാണ്. നമ്മള് വളമ ചെയ്ത് മണ്ണ് ഇങ്ങനെ കാടുകളിലാക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഈ പൂളന്റെ ഗ്യാപ്പിൽ വേറെ കണ്ടല്ലോ, പൂളന്റെ ഗ്യാപ്പില് പയറിട്ട് നമ്മള് പയറല്ലേ ഏതായാലും ഇപ്പൊ നനയ്ക്കാൻ പോവാണല്ലോ. അതെ, അപ്പൊ ഞാനൊരു തൊട്ട് വെള്ളരി ഇട്ടു. വെള്ളരി ഉണ്ട് അല്ലേ? ഈ കന്നിന്റെ പേരെന്തേന്നു? ഇത് മഞ്ചേരിക്കുള്ളം എന്ന് പറഞ്ഞ് നമ്മള് വാങ്ങിയതാണ്. മഞ്ചേരിക്കുള്ളം ആറടി ഒരു 7 8 ആകുമ്പോഴത്തേക്കും കുളയ്ക്കും. കൊല നമുക്ക് 8-9 മാസം കൊണ്ട് കൊല വെട്ടി പോകാം. മറ്റേത് ഇത് നേന്ത്ര മഞ്ചേരിക്കുള്ളം തന്നെയാണ്. കന്ന് തന്നെയാണ്. ഓക്കെ. അപ്പൊ നമ്മൾ കഷിച്ച് 10-12 കിലോ തൂക്കം ഉണ്ടാവുള്ളൂ അല്ലേ? പക്ഷെ എന്താ പ്രത്യേകത പറഞ്ഞാൽ നമുക്ക് കുറെ കാലം നമ്മള് മറ്റേ 8 മാസം 9 മാസം കൊല കാത്തിക്കണം. 6-ാം മാസം കൊലച്ചു ഒരു 8-8.5 മാസം ആകുമ്പോഴേക്കും നമുക്ക് സാധനം വെട്ടി പോകും. അതാണ് ഏറ്റവും മെച്ചല്ലേ? കുറഞ്ഞ കാലാവസ്ഥയിൽ നമുക്ക് വെട്ടി പോകാം. വെള്ളം കമ്പിയിലൊക്കെ വെച്ചിട്ട് കുന്നും പുറത്ത് വെക്കാം. മഞ്ചേരിക്കുള്ള അവിടെ അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ നോക്കി ചോട്ടോ, പേര് നോക്കിയത് മഞ്ചേരിക്കുള്ള. നോക്കാൻ ആൾക്കാരുണ്ടല്ലോ? എന്താ ആൾക്കാരുണ്ടല്ലോ അവിടെ? 2 ആൾക്കാരുണ്ട്. 3 ആളില്ലായിരുന്നു. പിന്നെ ഒരാള് പിന്നെ സുഖലായിട്ട് ചത്തൂല്ലേ? പോത്തുകളുണ്ട് അല്ലേ? പോത്ത് 5 പോത്തുകളുണ്ട്. 5 കൃഷി അവിടെ കുളത്തിലുണ്ടാക്കിയേക്കാണ്. ഇപ്പൊ ഒരു 4 മണിയാകുമ്പോഴേ പുറത്തേക്ക് എടുക്കും. അങ്ങനെ അടുത്തത് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അടുത്ത് അവിടെ വെക്കാൻ വേണ്ടി. അവിടെ വാഴ പൊന്തില്ലേ? ഓക്കെ. അപ്പൊ കപ്പ സെറ്റ് ആവും. 8 മാസം കൊണ്ട് പറിക്കേണ്ട കപ്പയാണ്. നമുക്കിപ്പോ അടുത്ത മാസം ഒരു വേൽക്കുമ്പോ മകര മാസത്തിൽ നമുക്ക് പയറ് കഴിയുമല്ലോ. ആ പയറ് കഴിഞ്ഞപ്പോ നമുക്ക് ഇവിടെ വേറെ വായങ്ങന്ന് വേറെ കൊണ്ടുണ്ട്. നമ്മള് സത്യമംഗലത്ത് നിന്ന് കൊണ്ടുണ്ട്. അത് നല്ല വെറൈറ്റി വായങ്ങന്നാണ്. മുകളിൽ 1500 വായ മുകളിലുണ്ട്. അതിന്റെ പേരെന്താ? അത് സത്യമംഗലത്തില് അത് മഞ്ചേരിക്കുളം എന്നാ പറഞ്ഞ. പക്ഷെ അത് മഞ്ചേരിക്കുളംല്ല, അത് വേറെ കൃഷ്ണപ്പള്ളി ഏരിയയിൽ പെട്ടതാ. തമിഴ്നാട് ടച്ചാണ്. അപ്പൊ ആ വായങ്ങന്ന് നമ്മളെ ഈ പയറ് പൂള പറിച്ച് തന്നെ പയറെടുത്ത് വാഴ നടും. ഈ താത്തി നമ്മൾ വെക്കൂല, പൊന്തിച്ച് വെക്കൂല. ഈ പൂള പറിച്ചുമ്പോ ഈ മണ്ണ് വേണ്ട കൊടുക്കുന്നേക്ക് കൊടുക്കും. അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് കൊടുക്കൽ പരിപാടി അങ്ങനെയാണ്. അപ്പൊ വാഴയ്ക്ക് പ്രധാനമായിട്ടുള്ള വളങ്ങൾ എന്തൊക്കെയാ? വാഴയ്ക്ക് പ്രധാനമായിട്ട് നമ്മൾ ആദ്യം കുജി കുത്തി നമ്മള് ഒരു 10-15 ദിവസം കുമ്മായ നീറ്റി കുമ്മായ ഇട്ട് കൊടുക്കും. നമ്മളെ കേരളത്തിൽ മണ്ണിന് പുളിരസം കൂടുതലെന്ന് പറഞ്ഞു. ആ പുളിപ്പ് പോകാൻ വേണ്ടിട്ട് കുമ്മായിട്ട് വെക്കണം. പിന്നെ നമ്മള് പിന്നെ കന്നിറക്കാൻ മുന്നേ തന്നെ ആദ്യം തന്നെ ഇട്ടുവെച്ചിട്ട് മണ്ണിന്റെ പുളി പോയ നമ്മൾ വാങ്ങുന്ന വെക്കുള്ളൂ. അത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളങ്ങനെ പിന്നെ പാണ്ട് 20 വളം മിക്സ് ചെയ്യും. നമ്മൾ യൂസ് ചെയ്യല് പൊട്ടാസ്, യൂറിയ, മണ്ണ് സാണ്ട്, മണ്ണ് കോംപ്ലക്സ് സാണ്ട്. അത് 3-4 കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മള് കുറച്ച് 300 ഗ്രാം വെച്ച് ഇട്ട് കൊടുക്കും. പിന്നെ വെച്ചാല് പിന്നെ കോഴിക്കാട്ടിട്ട് കൊടുക്കും. അത് ചൂപ്പ ഇടാൻ പറ്റില്ല, മഴക്കാട്ട് കൊടുക്കും. അത് അടിപൊളിയായിട്ട് കൊടുക്കണതാണ്. പിന്നെ ചാണാപ്പൊടി നമ്മളില്ല. ചാണാപ്പൊടിയിൽ പിന്നെ ചെറിയ അണുക്കളുണ്ട്, കണ്ണുക്ക് തുടച്ച് കയറും, മറ്റേ ചെള്ളു പൂലൊക്കെ ഉണ്ടാവും. സൈഡ് എഫക്ട് പറയുന്നുണ്ട് അല്ലേ? ഈ കപ്പയ്ക്കാണെങ്കിലോ? കപ്പയ്ക്ക് നമ്മൾ ഇപ്പൊ കപ്പയ്ക്കൊന്നും ചെയ്യില്ല. ഇപ്പൊ വളമെല്ലാം കൊണ്ട് ഇപ്പൊ കപ്പയ്ക്ക് കുമ്മാക്കിട്ട് കട്ടായിക്കാണ്. ഇനിയിപ്പോ ഇതിന് കപ്പയ്ക്ക് ഇനി വേനലല്ലേ വരുന്നു, ഒന്നും ചെയ്യാനില്ല. അവിടെ ഇങ്ങനെ നനച്ചു കൊടുക്കുക. അവിടെ കുളമൊക്കെ ഉണ്ട്, കിണറ് ഇവിടെ കിണറുണ്ട്, അവിടെ കിണറുണ്ട്. അതൊക്കെ നമ്മളെ ഈ പറമ്പില്ല, ഈ പറമ്പിൽ കുളമുള്ളൂ. പക്ഷെ നമ്മള് വെള്ളം ഉപയോഗിക്കാത്ത ആൾക്കാരല്ലേ എടുക്കും. ഒരാള് ലാബിന്റെ ക്രോസ് ഉണ്ട് അല്ലേ? ലാബിന്റെ സൈസ് അല്ലേ? ഷേപ്പ് ലാബിന്റെ തന്നെ, പക്ഷെ കുറയ്ക്കണ പോനാട്ടോ. കറുപ്പോ ഓനെ കുറയ്ക്കണത്. രാത്രി നല്ല സൗണ്ട് ആവും അല്ലേ? പന്നിക്ക് വരുമ്പോ ഒരു മയക്കത്തിലാണ് അല്ലേ? പേടിയാണ് അല്ലേ?
അപ്പൊ നമ്മളേ രണ്ടാമത്തെ വായത്തോടത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു നായ ഉണ്ടേ, നായക്ക് ഫുഡ് കൊടുക്കുക വന്നതാണ് ഇപ്പോൾ. ഇവിടെ ചെറിയൊരു കുളമാണ് കേട്ടോ ബാക്കിൽ. ഇതിനാണ് ഇപ്പോൾ ഇവിടെ വെള്ളം ഉപയോഗിക്കുന്നത്. അതായത് ഇവിടുത്തെ വെള്ളമാണ് നമ്മുടെ ഈ വാഴയ്ക്ക് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ വാഴകൾ നേരത്തെ കണ്ടത് വാഴ കൊലയൊക്കെ വെട്ടി അടുത്തതിന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണെങ്കിൽ ഏകദേശം ഒരു പകുതി പ്രായത്തിൽ നിൽക്കുകയാണ്, കൊല വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതുകൊണ്ട് ശരിക്കും ഒന്ന് കാണാം. അപ്പോൾ ഏട്ടാ നേരത്തെ കണ്ടത് ഒരു വിളവെടുപ്പ് കഴിഞ്ഞ വാഴത്തോട്ടാണെങ്കിൽ ഇത് നേരെ തിരിച്ചില്ലേ? ഇതിപ്പോ എത്ര പ്രായമായി ഇവൾക്ക്? ഇപ്പൊ 6 മാസം കഴിഞ്ഞ 7 മാസമാണ്. 7 മാസമാണ്. ഇത് മഞ്ചേരിക്കുള്ളം തന്നെ? മഞ്ചേരിക്കുള്ളം എന്നാണ് കൊണ്ടുവന്നത്. നമുക്ക് കൊണ്ടുവന്നത് ഇവിടെ സത്യമംഗലത്താണ് കൊണ്ടുവന്നത്. അപ്പൊ ബായ്ക്കും തമിഴ്നാട്ടിൽ കൊണ്ടുവന്നത് ചിലപ്പോ ബായ്ക്ക് സൈറ്റ് കൂടുതലുണ്ടാവും, ചിലപ്പോ അതേപോലെ കൊലക്ക് കുറച്ച് വെയിറ്റും കൂടി കൂടാൻ സാധ്യത ഉണ്ട്. ഇത് കുള്ളനല്ല ശരിക്കും കുള്ളമ്പായ അല്ല. അല്ലേ? ഓല് പറഞ്ഞ കുള്ളമ്പായെന്നാ പറഞ്ഞത്. 8 അടി ആയിട്ടായില്ലേ മേലായി. ഇനിയിപ്പോ അടുത്ത തൂമ്പ് വരുമ്പോ ചിലപ്പോ കൊലത്തൂമ്പ് വരുന്നത് പറയാൻ പറ്റില്ല. വായ 8-10 അടി ആയിട്ടുണ്ട്. വായ നല്ല വണ്ണമുണ്ട്. ഈ ചെറിയ കന്നുകളൊക്കെ നമ്മള് കളയോ? ഈ കന്നൊക്കെ നമ്മള് ചവിട്ടി കൊടുത്ത് നിർത്തിച്ചേക്കാണ്. കൊല കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് കൊലച്ച് കൊല പറ്റുന്നവരെ ചവിട്ടി കൊടുക്കും. കൊടുത്ത് നമ്മള് കന്നൊക്കെ പിരിക്കൂല. അല്ലാതെ നമുക്ക് മേലേക്ക് വായിക്ക് വരത്തുണ്ടാവില്ല. നമ്മുടെ വളമൊക്കെ അത് അവരുടെ കുട്ടികളൊക്കെ എടുത്തു പോകും. ഇതാണ് ഇവിടുത്തെ ആള്? അതാണ് ഇവിടുത്തെ ആള്. നേരത്തെ കണ്ട ആൾക്കാരല്ല, ഇത് വേറെ ആളാട്ടോ. ഇവിടെ എത്ര വായുണ്ട്? ഇതില് 1200 വായുണ്ട്. എത്ര സ്ഥലം അത്? സ്ഥലം 1 ഏക്കർ 80 സെന്റ് സ്ഥലമുണ്ട്. 1 ഏക്കർ 80 സെന്റ് അല്ലേ? അതില് നമ്മൾ കുറച്ച് റോബസ്റ്റ് വായ കളിച്ചു. റോബസ്റ്റ് ആണ് അല്ലേ? നമ്മള് കന്ന് ഏകദേശം 200 കന്ന് നമ്മൾ കൊണ്ടുവന്നു. വായ കൊലച്ചിട്ടുണ്ട്. റോബസ്റ്റ് കൊലച്ചു അല്ലേ? റോബസ്റ്റ് കൊലച്ചിട്ടുണ്ട്. നനക്കല എങ്ങനെയാ? ഞാൻ അവിടെ പൈപ്പിട്ടാണ് നിൽക്കുന്നത്. പൈപ്പിട്ട് ഓരോന്നും പിടിച്ചെടുക്കുക. കൊല ആയി കഴിഞ്ഞാൽ സിംഗിളിട്ടുണ്ടായിരിക്കും. എല്ലാത്തും വെള്ളം കുറച്ച് എത്തൂലല്ലേ? നല്ല ബുദ്ധിമുട്ടല്ല ചെയ്യുമ്പോ. അപ്പൊ കൊലക്ക് വെള്ളം കിട്ടണം മേലെ. ചില മഴ കഴിയുമ്പോൾ മേലെ വെള്ളം കിട്ടണം. അപ്പോഴേ കായ്ക്ക് തുടണ്ടാവുള്ളൂ. സിംഗിളർ മുകളിലേക്ക് പൊന്തിച്ച് വെക്കണം. തണുപ്പ് വേണല്ലേ? അപ്പോഴാണ് വിളവെടുപ്പ് കൂടുതൽ, വിളവ് കൂടുതൽ. അടി നടിച്ചാൽ മേലെ ചൂടല്ലേ, അടി മാത്രം തണുപ്പുണ്ടാവുള്ളൂ. അപ്പൊ നേരത്തെ കൊലച്ചു വരുമല്ല? ഈ കൊല നേരത്തെ കൊലച്ചതാ ആണല്ലേ? ഇടയ്ക്ക് തെങ്ങുണ്ട് അല്ലേ? തെങ്ങുന്നുണ്ട്. നമുക്ക് പറമ്പിന്റെ ഉടമയ്ക്ക് തെങ്ങ് നോക്കി കൊടുക്കണം. അതാണ് നമ്മളെ ഗ്യാരണ്ടി. പാട്ടങ്ങളൊന്നും കൊടുക്കണ്ട. ഒരു ഭൂമി ഞാൻ പാട്ടെടുക്കില്ല. ഇല്ല, സന്തോഷപ്രകാരം തരുകയാണ്. ഓല് തരുന്നത് നമ്മൾ ഓല മുതൽ നമ്മളെ മുതൽ നോക്കുക. നമ്മളെ മുതലും അതേപോലെ ഉണ്ടായിക്കോളും. അങ്ങനെ കുഴപ്പമില്ല. കേട്ടോ നാരങ്ങ ഉണ്ടല്ലോ അവിടെ? നാരങ്ങ നമുക്ക് ഏത് വേനലിലേക്കും കായുണ്ടാവും. മഴക്കാലത്തും ഉണ്ടാവും. കൊറേ ഉണ്ടല്ലോ, ഇഷ്ടം വരുന്നില്ല. മറ്റേ അച്ചാറുണ്ടാണല്ലേ? അച്ചാറ് ചെറിയൊരു കയ്പുണ്ട്. നമുക്ക് വെള്ളം കലക്കി കുടിച്ചാ. അപ്പൊ നമ്മള് പ്രധാനപ്പെട്ട ആൾക്കാരെ കാണാൻ പോവാണല്ലേ? അവരെ വീടാണ് ഇപ്പൊ ഇത്. ഒരേ വീടാണ് ഇപ്പൊ ഇല്ലേ? മഴക്കാലം ഇപ്പൊ ഡാർപ്പായിട്ട് അപ്പൊ മഴ പോയില്ലേ, ഇനിയിപ്പോ കാറ്റും പൈസ കിട്ടി വിട്ടിട്ടേ ആലവടിയാ. എത്ര? 5 പോത്തല്ലേ? അപ്പൊ പുല്ലുണ്ടല്ലേ അവർക്ക്? പുൽകൃഷി ഉണ്ട്. ഇങ്ങനെ അരിഞ്ഞു കൊടുക്കുക. തലക്കനെ അരിഞ്ഞ് ഇങ്ങനെ പോരും അല്ലേ? അപ്പൊ അതുവരെ കഴിഞ്ഞൂല്ലേ? അവിടെ കഴിഞ്ഞു. നനയ്ക്കാനായിട്ടില്ല. നനക്കാനായിട്ടില്ലല്ലേ? പച്ചക്കറി വിളവെടുപ്പ് കഴിഞ്ഞു. പച്ചക്കറി വിളവെടുപ്പ് പറഞ്ഞാൽ ഇതിപ്പോ പുതിയ വെറൈറ്റി കോവയ്ക്ക ഉണ്ടാക്കിയതാണ്. കക്കരിക്ക. പക്ഷെ ഇത് പിന്നെ വെള്ളം നനയ്ക്കാൻ നമുക്ക് സഹായം കൊണ്ട് ഇതാണ് പഴുത്തു പോയില്ലേ? അല്ലേ? ഇത് കളർ ഇത് വെള്ളയാണ്, വെള്ള കളർ. ഇതിപ്പോ ഇതൊന്നും പഴുത്തിട്ടില്ല. പഴുത്ത് അത് ഏറെക്കുറെ നേരത്തെ പഴുപ്പാറായിരിക്കും. പഴുത്തില്ലേ? ഇത് നമ്മള് പയറ് കഴിഞ്ഞതിന്റെ ബാക്കിയുള്ളത്. പയറ് കഴിഞ്ഞപ്പോ അവിടുത്തെ പോലെ തന്നെ നമ്മൾ കപ്പ കെട്ടി. ഇനിയിപ്പോ പയറ് നിന്നെ അടുത്ത പോലെ കപ്പ നമുക്ക് പറിക്കാം. അപ്പത്തേക്കും പയറ് റെഡി ആവും അല്ലേ? പയറ് റെഡി ആവും. ചെറിയ ഇത് പാടാണോ? ചെറിയ രീതിയിൽ നനവ് ഉണ്ട്. അത് പിന്നെ വെള്ളം വെച്ചപ്പോ ഇങ്ങോട്ടൊന്നും വെള്ളം കയറില്ല. അത് പച്ചക്കറി ഉണ്ടാക്കാം. വെള്ളം ഉണ്ടാവില്ല. വെള്ളം ഉണ്ടാവില്ല. ഇതിലൊന്നും വെള്ളം ഞാൻ കെട്ടിയിരുത്തില്ല. ആ തോട്ടിലുള്ള വെള്ളം പോവും. നനക്കേണ്ട ആവശ്യമില്ല സമയത്ത്. ഇനി ഈ പൂവിലും ഇങ്ങനെ വെള്ളം നടക്കുന്നുള്ളേ. അപ്പൊ അങ്ങനെ ഇട്ടിട്ട് മഴ പെയ്യുമ്പോ ഒന്ന് വളട്ട് കൊടുത്താലേ കാട് മൂടില്ല.
ഈ അടുപ്പിന്റെ മാത്രം ഒന്ന് തണുപ്പിട്ടു അല്ലേ പറിച്ചിട്ട് പിന്നെ പറമ്പ് ഒരുക്കിക്കാണ്ട് നമുക്ക് പയറിടാ ഓണത്തില്. പോത്തളെ ഫ്രീ ആയിട്ട് വിട്ടേക്കാണല്ലേ? ആ ഇതില് പിന്നെ ഷോട്ട് എടുത്താണ്. ഷോട്ട് എടുത്താണല്ലേ? ഷോട്ട് എടുത്തോണ്ട് നമുക്ക് ഇങ്ങനെ വിടാം. ഒരു പാലൊക്കെ എടുത്ത് കഴിഞ്ഞാല് ചോറല്ലാത്ത രീതിയിൽ ഒരു 12 മണിയാകുമ്പോ കൊണ്ട് വെള്ളത്തിൽ കുളത്തോട് കോളം ഇതാത്തിടും. കേറിയില്ലേ പോലെ പോലെ കേറി ഇങ്ങനെ ഇനി ഒരു 6-6:30 വരെ തിന്നാണ്ട സ്ഥലം വാങ്ങിയ പോത്ത് കുറച്ച് വില കൂടിന്ന് മാത്രം. പോത്ത് ശരിയാണില്ല. ശരിയാണില്ല. കയറുണ്ട് വലിയ കയറുണ്ട്. അത് കയറ് ചിലപ്പോ അങ്ങനെ ഇട്ട് പാഞ്ഞാലേ ഒരു 5 ആളെയും കൊണ്ട് 3 ആൾ ഒരു വയ്ക്കും പോവും. 2 ആൾക്കാർ വേറെ 2 ആൾ വേറെ വയ്ക്കും പോവും. ആരെയാളും പിടിക്കാൻ കിട്ടില്ല അല്ലേ? ഇതാണ് നമ്മുടെ താരങ്ങൾ അല്ലേ? താരങ്ങൾ 5 ആള് പേരാണ്. 2 വലുതുണ്ട് അല്ലേ? ഇതൊക്കെ ഒപ്പം തന്നെ അത് പെട്ടെന്ന് വലുതായതാ. അതെ ഒന്നില്ല ചെറുതുണ്ട്. അത് പിന്നെ ഇടയ്ക്കൊക്കെ വാങ്ങിക്കൊണ്ടാണ്. മറ്റേതൊക്കെയോ? മറ്റേതൊക്കെ കോയൽമന്ത്രം. കോയൽമന്ത്രത്ത് പോയില്ലേ നിങ്ങള്? ഞാൻ കോയൽമന്ത്രത്തെ കൊണ്ടുവരല്ലേ. ഞങ്ങള് കോയൽമന്ത്രത്ത് ഈ പ്രാവശ്യം ഞങ്ങള് ഏനം കൊണ്ടുവന്നു. അപ്പൊ കോയൽമന്ത്രം ചന്തത്തെ ആൾക്കാരാണ് നിങ്ങളല്ലേ? ചന്തത്തെ ആൾക്കാരെ ഞങ്ങള് അവിടെ പോകുമ്പോ നമുക്ക് വേണ്ട തെരഞ്ഞെടുക്കാം. കോമ്പലിക്കാനുള്ള വില ഇട്ടുക ആണല്ലേ? കോമ്പലിക്ക് വില ഇട്ടുമ്പോ നമുക്ക് ഇഷ്ടമുള്ള തെരഞ്ഞെടുത്ത് ഒരു കോമ്പലാക്കിട്ട് ഒരു ഏനം അല്ലെങ്കിൽ 8 എണ്ണം വെച്ചിട്ടാണ് വില ഇട്ടുക. ആണല്ലേ? ഈ കൊല്ലം നമ്മള് ഏനം എടുത്തത് 1.5 ലക്ഷം റുപ്യ എടുത്തത്. 1.5 ലക്ഷം. അപ്പൊ ഏകദേശം ഒരു കുട്ടിക്ക് എത്ര വന്നു? 24,000 റുപ്യ വരും. 25 വരില്ല, 22, 23, 24 റുപ്യ അടിച്ചു വരും. അപ്പൊ എത്ര മാസമായി പോന്നിട്ട് ഒരു വർഷത്തിന് 3 മാസം ആവാനായി. 3 മാസം ആവാനായി അല്ലേ? അപ്പൊ അറപ്പോത്തുകളായി അല്ലേ? അപ്പൊ എത്ര സൈസ് ഉണ്ടായിരുന്നു? ഇവര് അന്ന് കൊണ്ടുവരുമ്പോ 100-120 കിലോ ഒക്കെ വലിപ്പുണ്ടാവും. അതിൽ ഭക്ഷണം കഴിക്കാത്തൊരു പോത്താണ്. ഇല്ലല്ല കോയൽമന്ത്രം കൊണ്ടുവന്നല്ലേ? പിന്നെ തീറ്റ കമ്മിയാണല്ലേ? തീറ്റ എടുത്തോളം സമയമാണുള്ളൂ. നമുക്ക് നെല്ലൊക്കെ ഉള്ളു, വൈക്കോലുണ്ടല്ലോ. പിന്നെ വെച്ചാൽ ഈ കൂട്ട ഒന്നൊക്കെ ആകുമ്പോ എവിടെ കെട്ടിയില്ല. കൂട്ടിലാകുമ്പോ ഒന്ന് പോയാൽ പിന്നെ ഒക്കെ പിന്നാലെ പോകും. അതിന്റെ പിന്നാലെ നടന്ന് അങ്ങനെ പോകും. പിന്നെ നോക്കാനും വെക്കണം. പിന്നെ നടന്ന് കെട്ടിയിടൊന്നും പറ്റൂല. പോകുന്നില്ല. ചുറ്റി പറ്റി തന്നെ ഈ കൂടി തോണ കണ്ടെന്നുള്ളത് ഇപ്പൊ അവിടെ വേറെ ഉണ്ടാവും. അത് കണക്കാരൻ അപ്പുറത്ത് പോയി വീട്ടിൽ കൊണ്ടുവരാ. കുറച്ചു വണ്ടി വിടും. ഇങ്ങനെ 7 പോത്താള് ഇവിടെ ഇങ്ങനെ നടന്ന് തിന്നുണ്ടാവും. അപ്പേ പോത്താള് ഇവിടെ ഉണ്ട് കേട്ടോ. കാണിച്ചു തരാം. പോത്താള് ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് ഓരോങ്ങനെ കാണിച്ചു തരാം. നമ്മളെ കാണുമ്പോഴത്തേക്ക് ഇങ്ങനെ പോവാണ് ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട്. നമ്മളെന്തായാലും വിടാൻ പോണില്ല. വിടാതെ കാണിച്ചിട്ട് പോകുള്ളൂ. അപ്പൊ ഇതാണ് ഒന്നുള്ളത്. ഒരാൾ കുറച്ച് സൂപ്പർ അടിപൊളി സാധനം. പിന്നെ ഇത് നന്നാവാനുള്ള ഐറ്റങ്ങളല്ല കേട്ടോ. നമ്മളെ കാണാത്ത ആൾക്കാരായതുകൊണ്ട് അവരങ്ങനെ പോവാണ്. എല്ലാരും കൂടെ വട്ടം കൂടി നിൽക്കാണ്. അപ്പോളേ നമ്മള് കാത്തുന്ന ആൾക്കാർ ഇതാട്ടോ. 5 എണ്ണം 5 വഴിക്ക് പോയി. ഒന്ന് അവിടെ, പിന്നെ ഒന്ന് ഇവിടെ. അപ്പൊ ഉള്ളതില് ഇവനാട്ടോ ഒരു മുതല്. ഏകദേശം 3 മാസത്തോളം ആയി എന്ന് പറഞ്ഞു കൊണ്ടുവന്നിട്ട്. നമ്മളെ മലയിലേക്കാട്ടിലൊക്കെ ഒന്നുകൂടി പോത്തിന്റെ സൈസ് അയക്കണ വലിയ കാണുമ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടുകയാണ്. അപ്പൊ ഇനി ഇതിനെ കെട്ടിടത്തേക്ക് ഇനി ഒരു വരുവ നോക്കട്ടെ. അപ്പൊ ഏട്ടന് സ്ഥലം വരെ പോവാണ്ട്, അർജന്റായിട്ട് പോവാണ്ട്. ഓക്കെ, കുത്താതെ കേട്ടോ. ഓന് കെട്ടിയിട്ടില്ലേ? 2 ആളി കെട്ടിട്ടോ. ഒരാള് കുറച്ച് അലമ്പാട്ടോ. ഇത് പന്നിറ്റിയതൊക്കെ
അപ്പൊ ഇതാ ഉള്ളില് ഇവനാണ് ഒന്നുകൂടെ അടിപൊളി, ഇവനാണ് സൂപ്പർ കേട്ടോ. അതേപോലെ തന്നെ സൈസുള്ള ഒരാളുണ്ടായി അവിടെ. അവന് കുഴപ്പമില്ല കേട്ടോ, ഇതിന്റെ സൈസ് കുഴപ്പമില്ലാതെ വലുപ്പമായിക്കണ്. വാ പോരെ, വാ പോരെ. എന്താ എന്താ? അപ്പോളേ ഈ കൃഷിന്റെ ഒക്കെ ഉടമക്കാരത്തെ കണ്ടു, അതിന്റെ ഒപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന പണിയെടുക്കുന്ന ആള്, അല്ലെങ്കിൽ കഷ്ടപ്പാടിന്റെ ഒക്കെ ഒരു പകുതി ഭാരം കൊണ്ടുനടക്കുന്ന ആള് ബേക്കിലുണ്ട് കേട്ടോ. നമുക്ക് പോത്തിന്റെ കാര്യങ്ങളൊക്കെ ഇനി അമ്മയോട് ചോദിച്ചു നോക്കാം, എന്തൊക്കെയാണ് കൊടുക്കല്, എങ്ങനെയൊക്കെയാണ് നോക്കൽ രീതികളൊക്കെ എന്ന് ചോദിച്ചു നോക്കട്ടോ. വാ. 5 പോത്താളുണ്ടല്ലേ പ്രാവശ്യം? 5 ഉണ്ടല്ലേ. എന്തൊക്കെയാണ് പോത്തൊക്കെ കൊടുക്കല്? തീറ്റയൊക്കെ അരിപ്പൊടി കൊടുക്കലുണ്ട്, തവിട്, പുളിങ്കുരു കൊടുത്തിരുന്നു. അല്ലേ? ഇപ്പൊ ഇനി പെരുന്നാളാകുമ്പോഴത്തേക്കാണോ തീറ്റ കൂടുതൽ കൊടുക്കുക? ഇപ്പൊ തീറ്റ കൊടുക്കില്ലല്ലോ? ഇപ്പൊ വല്ലാതെ തീറ്റ തുടങ്ങി വരുന്നേ ഉള്ളൂ. ഇങ്ങനെ ഇതായാണ്ട് അങ്ങനെ തുടങ്ങി വരുന്നേ ഉള്ളൂ. പെരുന്നാളൊക്കെ ആകുമ്പോഴത്തേക്കും തീറ്റ കൂടുതൽ ഇപ്പൊ അങ്ങനെ തിന്ന് പഠിച്ച് അങ്ങനെ നല്ല തിന്നു. പിന്നെ പൂളപ്പൊടി കൊടുക്കുന്നുണ്ട്. പൂളപ്പൊടി ഉണ്ട്. എത്ര അളവ് കൊടുക്കും ഓരോരുത്തർക്ക്? ഏകദേശം ചെമ്പട്ടിയിൽ എടുക്കുകയാണെങ്കിലൊക്കെ? ചെമ്പട്ടിയിൽ എടുക്കുകയാണെന്ന് വെച്ചാല് ഒരാൾക്ക് 1 കിലോ എല്ലാം ഇറക്കി കൊടുക്കുന്നു, എല്ലാം പാടെ മിക്സ് ചെയ്തിട്ട് അല്ലേ? അപ്പൊ ഈ കുറച്ച് വേനൽ ചൂടായി കഴിഞ്ഞാൽ പുല്ലൊക്കെ പോകൂലേ? പുല്ല് പോകും. അപ്പൊ വൈക്കോല് കൊടുക്കും. പിന്നെ പുല്ല് കുറച്ച് പുല്ല് അവിടെ കുറച്ച് നട്ടിട്ടുണ്ട്, അത് കൊടുക്കൂല്ലേ? വേനൽക്കാലൊക്കെ വൈക്കോലുമ്പോഴാണ് ഫുൾ കളി അല്ലേ? വൈക്കോലും പുല്ലും കൊണ്ടുവരും. പുല്ലരിയാൻ പോവോ? പുല്ലരിയാൻ പോകുക. ആദ്യത്തിലോ നോക്കണത്? 5 കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. 5 സമയമാകുമ്പോഴാണ് തിരിച്ചു കൊണ്ടുപോവാ? പോലെ 6:30 7 മണിയൊക്കെ ആകുമ്പോഴാണ്. രാത്രി ആവൂല്ലേ? അതുവരെ നടന്നു തിന്നൂല്ലേ? പുറത്തേക്ക് ഒന്നും പോകുന്നില്ല? പുറത്തേക്ക് നോക്കിക്കൊണ്ട് കിടക്കല്ലേ. ആരുണ്ടാവും അവിടെ? ഞാൻ ഉണ്ടാവും. അപ്പൊ കറക്റ്റ് ആണത്തിനൊക്കെ കുട്ടികളെ പോലെ. അപ്പൊ അമ്മയാണ് പോത്തിന്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ നോക്കണേ അല്ലേ? അപ്പൊ നിങ്ങള് നോക്കി കുട്ടികള് പറഞ്ഞ കേക്കുവോ? കേക്കൂല്ലേ? രാവിലെ എന്തെങ്കിലും കൊടുക്കുവോ തീറ്റയായിട്ട്? രാവിലെ പുല്ല് കൊടുക്കും. പിന്നെ ആദ്യം രാത്രിക്ക് ആയിരുന്നു തീറ്റ കൊടുത്തത്. ഇപ്പൊ 10 മണിയൊക്കെ ആകുമ്പോ കുറച്ച് ഇതെല്ലാം വെച്ചതില്ലേ, കഞ്ഞിവെള്ളം, പിന്നെ അരിപ്പൊടി, തവിട്, ഇതൊക്കെ പാടെ ഒരു ചെരുവത്തില് കുറച്ച് തോനയിട്ട് കൊടുക്കും. പിന്നെ പുല്ലും കൊടുക്കും. പിന്നെ 1 മണിയാകുമ്പോ ഓരോ കുളത്തിൽ കൊണ്ട് കെട്ടും. ഇവിടെ തന്നെയാണ്. അവിടെ കെട്ടും. അവിടെ കെട്ടും. അപ്പൊ വെള്ളത്തിന് വെള്ളമായി. അതാണ് മെയിൻ ചിട്ടവട്ടങ്ങൾ. അങ്ങനെയാണല്ലോ പോത്ത് വളർത്തല്. പോത്തിന് ഭയങ്കര ചൂടല്ലേ? അപ്പൊ പോത്തുകൾ കുറച്ചേരം വെള്ളത്തിൽ കിടക്കണം. രാവിലെ കുളിപ്പിക്കും. ആലയം തന്നെ മോട്ടറിട്ട് കുളിപ്പിച്ചിട്ട് ശേഷം വിടുള്ളൂ അല്ലേ? 1 മണിയാകുമ്പോ കൊണ്ടുവന്ന് അവിടെ കൊണ്ട് കടത്തി 3 മണിയാകണോട് കൂടി വിടും. കുറച്ച് നേരത്തെ കെട്ടിയിരുന്നു, അതുകൊണ്ട് നേരത്തെ വിട്ടു. പിന്നെ ഇപ്പൊ അങ്ങനെ നടക്കും. പിന്നെ രാത്രി ആകുമ്പോഴോ ഭയങ്കര തീറ്റ. മഞ്ഞ് വിൽക്കുമ്പോ പുല്ലൊക്കെ ഒരു പച്ചപ്പ് ഉണ്ടാവും. അപ്പേ പോത്തിനെ കാണാൻ വന്നപ്പോഴേ അവിടെ കുളത്തിലുള്ളൊരു മീനായിട്ടത് ബ്രാലാണ്. പക്ഷെ ദാരിദ്ര്യം കൊണ്ട് ആകെ മെലിഞ്ഞിക്കുന്നുണ്ട്. ബ്രാലിന്റെ അല്ലേ? ആണ്. അപ്പൊ നമ്മുടെ മോഹനേട്ടന്റെ കൃഷി രീതികളൊക്കെ കണ്ടപ്പോൾ തിരിച്ചു പോവാണ്. അപ്പൊ നമുക്ക് വഴികാട്ടിട്ട് വന്നത് മോഹനേട്ടന്റെ ചെറുക്കാട്ടോ, ചെറിയ ആള്, പേര് നിഖില് അല്ലേ? നിഖില്. അപ്പൊ നമ്മളെല്ലായിടത്തും കൊണ്ട് കാണിച്ചത് ഓനാണേ. ഓനെ വീഡിയോയിൽ കാണിക്കാനും പറ്റില്ല, കാരണം കണ്ടന്റുകൾ മൊത്തം അച്ഛന്റെ അമ്മേന്റെയും കയ്യില്. അപ്പൊ ഏതായാലും നീലിനോടൊക്കെ യാത്ര പറഞ്ഞ നമ്മള് തിരിച്ച് പോവുകയാണ്. മോഹനേട്ടന്റെ പുൽകൃഷി ഇട്ടത് തൊഴുത്ത് തൊട്ടിപ്പുറത്തിട്ടോ, അതായത് വലിയ ചെലവൊന്നും ഇല്ലാത്ത രീതിയിൽ ലോക്കൽ സെറ്റപ്പാണ്. നേരെ ചാണകം അവിടെ തന്നെ പോകും. പിന്നെ അതിൻ്റെ കയ്യിൽ കപ്പ, വാഴ, നമുക്ക് എത്ര ഇഷ്ടം മതി. ഒരുപാട് സ്ഥലമില്ലെങ്കിലും ഓൽക്ക് 5 ആൾക്കാർക്ക് ഒരു നേരം കഴിക്കാനുള്ള ഒരു പുല്ലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിഖില് നമുക്ക് കൊണ്ടുപോകാനുള്ള പുല്ല് വെട്ടിത്തരിക കേട്ടോ. അത് ഇതിന് മുന്നേ വെട്ടി ഇട്ട പുല്ലിൻ്റെതാണ്. അതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്തത് ഇങ്ങനെ ഇവിടെ വളർന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, ഒരു അടിപൊളി കർഷക കേട്ടോ. എല്ലാം ഉണ്ട് ഇവിടെ, ഒന്നും ഇല്ലാത്തതില്ലേ. അപ്പോൾ
പുള്ളിക്കാരനെ കൊണ്ട് കഴിയുന്നത് എന്തൊക്കെയാണോ അതൊക്കെ മൂപ്പര് ചെയ്യാൻ നോക്കും. അവര് ശ്രമിച്ചു നോക്കും കേട്ടോ. ആ ഒരു ആളാണ്. ചെറിയ തേങ്ങയൊക്കെ ഉണ്ട് കേട്ടോ മേലെ. അപ്പൊ ഏതായാലും ഈ ഒരു അടിപൊളി വീഡിയോ കേട്ടോ. നമ്മൾ ഉദ്ദേശിച്ച പോലെ കിട്ടിയിട്ടുണ്ടോ എനിക്ക് അറിയില്ല കേട്ടോ. കാണുന്ന ആൾക്കാർക്ക് ഏത് രീതിയിലാണ് ഇത് എത്തുമെന്ന് അറിയില്ല. അതിൽ ഞാനിത് കണ്ടപ്പോ 100% ഹാപ്പിയാണ് കേട്ടോ. ഇത് വീഡിയോ കാണലിലേക്കേറെ ഞാൻ നേരിട്ട് കണ്ടല്ലോ. അപ്പൊ എന്തായാലും ഈ ഒരു അടിപൊളി വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്.